അല്ല സാറേ, അതോമാർക്ക് വെള്ളത്തിന്റെ പുറത്തറിയാണ്ട് പറ്റിയതാണ്. ഏത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും, മക്കളോട് പറയും. ഇതാണോ സംസ്കാരം? ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ കരയുന്നത് കണ്ട് നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ കണ്ണീര് കണ്ട് ചിരിച്ച് വീടിയിടുന്നവനെ എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ടുട്ടുമോൻ ചെറിയൊരു പോസ്റ്റ് ഇട്ടു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്ത അടിച്ച് കലക്കിയാണ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? അവരുടെ കരച്ചിൽ കണ്ട അവന് സൂപ്പറാണെന്ന്, അവന് കിടിലമാണെന്ന്. എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ പടച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ അപ്പോഴും മൊബൈൽ പിടിച്ച് കൊലപ്പിച്ചോണ്ടിരിക്കോ? ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രസമല്ലേ? മാനസാക്ഷിയില്ലാത്തവന്മാര്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ. മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ച് ആരെങ്കിലും ഇവന്റെ അടുത്തോണ്ട ചെവള അടിച്ച് പൊട്ടിക്കണം ഈ കഴിവറണമുണ്ട്. നിന്റെ വീട്ടിലില്ല പൊടിപ്പിള്ളാര്. നിന്നെയൊക്കെ മുൾക്കിരീടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാ വേണ്ടത്. ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ അർജുന്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? പിന്നെ എണീറ്റ് നടക്കണോ നീ? തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമന്റ് ചെയ്യൂ. പിന്നെന്താ ഇങ്ങനെയുള്ളവന്മാർ ഇതിനേക്കാളും മാന്യമായിട്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മര്യാദയൊക്കെ വേണ്ട സാറേ. കേരളം ഭയക്കാതിരുന്ന എന്നാൽ ഭയക്കേണ്ട ഏറ്റവും വലിയ വിഷസർപ്പം ഞാൻ തന്നെയാണ്. പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. മേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ട നിന്റെ മൂക്ക് മുറിഞ്ഞ ഉപ്പിലിടും കേട്ടോടാ.